അപ്പോൾ നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് എന്താണ്? അനാസ്ഥയുടെ നേർചിത്രമായ ആലപ്പുഴ മാവേലിക്കരയിലെ കീച്ചേരിക്കടവ് പാലം തകർന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് ഒടുവിൽ അന്വേഷണം തുടങ്ങി. നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നുണ്ടായ അപകടത്തിൽ ഇന്നലെ 2 പേർക്ക് ജീവൻ നഷ്ടമാവുക കൂടി ചെയ്തു. അലൈൻമെന്റ് അടക്കം അടിമുടി പിഴവ് സംഭവിച്ചു. നേരത്തെ ആക്ഷേപമുയർന്ന പാലം നിർമ്മാണത്തിൽ മൊത്തം തുടക്കം മുതൽ തന്നെ വീഴ്ചകളാണ് എന്നുള്ളതാണ് ആരോപണം. രൂപകൽപ്പന മുതൽ കീച്ചേരിക്കടവ് പാലത്തിനുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. PWD ആകട്ടെ ഇതൊന്നും കേട്ടില്ലെന്ന മട്ടിൽ മുന്നോട്ടു പോയി. അപകടം വിളിച്ചു വരുത്തിയെന്നാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. സിസ്റ്റത്തിന്റെ വീഴ്ചയിൽ ഒരമ്മയ്ക്ക് കൂടി മകന് നഷ്ടമായി. നിർമ്മാണത്തിലിരുന്ന കീച്ചേരിക്കടവ് പാലം തകർന്നു വീണ് മരിച്ച രാഘവ് കാർത്തിക്കിന്റെ അമ്മയുടെ കണ്ണീരിന് ആര് മറുപടി നൽകും? സഹോദരൻ അക്ഷയ്ക്കൊപ്പമാണ് രാഘവ പാലം നിർമ്മാണത്തിനെത്തിയത്. നമ്മുടെ കൂടെ പണി ചെയ്യുന്ന 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം മരിച്ചുപോയ ബിനു എന്ന് പറയുന്ന ആൾ, അപ്പോൾ ആ ചേട്ടൻ അവിടെ പുള്ളിക്കാരൻ്റെ ഓൾറെഡി വീണിട്ട് അവിടുന്ന് നീന്തി കയറിപ്പോയതാണ്. അപ്പോൾ ഇവൻ വെള്ളത്തിൽ ഒഴുകി പോകുന്നത് കണ്ടുകൊണ്ടാണ് പുള്ളി രണ്ടാമത് വന്ന് ഇവനെ രക്ഷിക്കാൻ വേണ്ടി ഇവനെ പിടിച്ചു. അപ്പോൾ പുള്ളിയുടെ ചേട്ടനുണ്ടായിരുന്നു ബിജു അണ്ണൻ. അപ്പോൾ പുള്ളിയും വന്ന് ഇവർ 2 പേരും കൂടെ വന്ന് അവനെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചുഴി പോലെ കിടന്ന് കറങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് അവനെ പിടിച്ച് പകുതി വരെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ കയറിട്ട് കൊടുത്ത് ബിജു അണ്ണം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അതിൽ നിന്ന് വലിച്ചു കയറ്റിയപ്പോൾ ഒരാളേ ഉള്ളൂ. അന്നേരം പറഞ്ഞു അവിടെ എത്തിയപ്പോഴത്തേന് ആദ്യം ഈ ബിജു അണ്ണൻ്റെ അനിയൻ ആദ്യം താന്നുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേന് ആ കിച്ചുവും കൂടെ താന്നങ്ങ് പോയി. ചെട്ടിക്കുളങ്ങര ചെന്നിത്തല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കീച്ചേരിക്കടവ് പാലത്തിന്റെ നിർമ്മാണം അശാസ്ത്രീയമെന്ന് പൊതുമരാമത്ത് അധികൃതരോട് നാട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നു. അലൈൻമെന്റിലടക്കം പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ആക്ഷേപം. പാലത്തിന്റെ ആദ്യം മുതൽ തന്നെ പറയുന്നു ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ പാലത്തിനുള്ളത്. ജനങ്ങൾക്ക് വേണ്ടുന്നത് നല്ലൊരു റോഡും വികസന പ്രവർത്തനം എന്ന നിലയിൽ നമുക്ക് ഈ പാലവും വരുന്നതിനോട് ഇവിടുത്തെ നാട്ടുകാർക്ക് യാതൊരു വിയോജിപ്പുമില്ല. ഈ പാലം പണിയേണ്ടുന്ന രീതി എങ്ങനെയാണ് അത് അടിമുടി ആദ്യം മുതൽ തന്നെ അതിന്റെ ഈ പാലത്തിനൊരു വളവുണ്ട്. അത് നമ്മുടെ മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ബോധ്യപ്പെടുത്തിയതാണ്. അപകടത്തിൽ ഹരിപ്പാട് സ്വദേശി ബിനുവിനും ജീവൻ നഷ്ടമായിരുന്നു. അപകട കാരണം തേടി പൊതുമരാമത്ത് വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പിഴവുകൾ പരിഹരിച്ച ശേഷം മാത്രം നിർമ്മാണം തുടർന്നാൽ മതിയെന്നാണ് നാട്ടുകാരുടെ നിലപാട്. പൊതുമരാമത്തിന് കീഴിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ ഗർഡർ തകർന്നാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. 2 കുടുംബങ്ങളുടെ പ്രതീക്ഷയറ്റു. സിസ്റ്റത്തെ പഴിചാരാതെ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ആലപ്പുഴയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും നേരത്തെ പാലാരിവട്ടം പാലം, പഞ്ചവടി പാലം എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഇതിപ്പോൾ രാഷ്ട്രീയമായി കൂടി ഏറ്റെടുക്കുന്നുണ്ട് പ്രതിപക്ഷ നേരത്തെ പറഞ്ഞത് ഇതിന് ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നാണ്. പാലാരിവട്ടം പാലത്ത് സംഭവിക്കാത്ത കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അടിമുടി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ അഴിമതി ഉണ്ട് എന്നതിന് ഉദാഹരണമാണ് പാലം തകർന്നതിന് കാരണം അഴിമതി എന്ന് തന്നെ പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. അവിടുത്തെ അശാസ്ത്രീയമായ നിർമ്മാണമടക്കം ചൂണ്ടിക്കാട്ടി നേരത്തെ കുറേയധികം പേർ പൊതുമരാമത്ത് വകുപ്പിനോട് നേരത്തെ ചേച്ചി പറഞ്ഞതുപോലെ ആ പാലത്തിന് വളവടക്കം ചൂണ്ടിക്കാട്ടി സമീപിച്ചിരുന്നതാണ്. അന്ന് വേണ്ട നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നു എന്നും 2 മരണം ഒഴിവാക്കാമായിരുന്നു നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം അവിടുത്തുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. അത് ഇവിടെ തുടക്കത്തിലേ പ്രശ്നമായിരുന്നു. ഇവിടെ അവിടെ തുടങ്ങിയപ്പോഴേ അത് പ്രശ്നമാണ്. ചെറിയ വണ്ടികളെ വരത്തുള്ളൂ. ഞങ്ങളുടെ വീടുകൾ പണിയണമെങ്കിൽ ഒരു വലിയ വണ്ടി വരണം. ആ വണ്ടി വരുന്നതിന് വേണ്ടിയിട്ടുള്ള പേഴ്സില്ല. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ച് അതിനെപ്പറ്റി ആൾക്കാരെ വിളിച്ച് വരുത്തി. അപ്പോൾ എല്ലാ ആൾക്കാരും കൂടെ സംസാരിച്ച് അതിനെപ്പറ്റി ഒരു തീരുമാനം എടുത്തു. ഇട്ട കുറ്റി മാറ്റി ഇപ്പോൾ അവസാനം അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത കുറ്റിയാണ് ഇളക്കി അവർ കളയുന്നത് ആദ്യം. അതല്ല, ഇവിടെ ഈ അളവിനിട്ട കുറ്റി അവർ ഓരോരുത്തരും അപേക്ഷ കൊടുത്തായിരിക്കും ഇത് ചുരുക്കി ഇപ്പോൾ അവസാനം വന്നപ്പം ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. കൃത്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അവർ പറയുന്നതൊന്നും അവർ അനുസരിക്കുകയോ കേൾക്കുകയോ അങ്ങനെ ഒന്നുമില്ല. അവരുടെ സ്വന്തം ഇഷ്ടം, അതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ തുടക്കം മുതലേ വിഷയങ്ങളായത്. അത് തന്നെയല്ല, ഇത് സപ്പോർട്ട് പോലും കൊടുക്കാതാണ് അവർ വാർക്കന്. സപ്പോർട്ട് കൊടുത്താൽ അവർ വെള്ളപ്പൊക്കത്തിന് ഒരു വലിയ തടി വന്ന് ഇത്തേ വന്ന് അടിച്ച് എന്നിട്ട് അതിനിതുണ്ടായിരുന്നു. നാട്ടുകാർ പറഞ്ഞതാണ്, നാട്ടുകാരുടെ ഇവിടെയുള്ള വീട്ടുകാർ പറഞ്ഞതാണ് ഇത് ഒരു കാരണവശാലും നിങ്ങൾ വെള്ളം താഴെ വാർക്കരുത്. നാട്ടുകാർ എല്ലാ പാർട്ടി ആൾക്കാരും ഇവിടെ കൊടി കുത്തുകയും ഈ പണി തടഞ്ഞതുമാണ്. ഇതിൻ്റെ അലൈൻമെൻറ്റ് തന്നെ കറക്റ്റായിട്ടല്ല ചെയ്തേക്കുന്നത്. ഈ തെക്കേറ്റം വരുന്ന പാലം എൻഡ് വരുന്ന ശകലൂടെ പടിഞ്ഞോട്ട് മാറിയത് വരേണ്ടത്. അത് ഇവിടുത്തെ മേലധികാരികളുടെ അനാസ്ഥ തന്നെയാണ്. ഈ റോഡ് പ്രധാനമന്ത്രിയുടെ ഇതിലുള്ള റോഡ് തന്നെ, ഈ റോഡ് പണി തന്നെ ഈ റോഡ് ഇല്ലാതായിരുന്നു.
അങ്ങനെയാണ് നാട്ടുകാർ ആക്ഷനാണ്. പക്ഷേ ഇത് ഓരോ ദിവസം കഴിയും തോറും ഇത് അനാസ്ഥ തന്നെയാണ്. അങ്ങനെയാണ് ഇപ്പം 2 ജീവിതങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ ആ കുടുംബത്തിന് ഇപ്പോൾ കുറച്ച് വാഗ്ദാനങ്ങൾ നൽകും. ആ വാഗ്ദാനം കൊണ്ട് അവരുടെ കാര്യം നടക്കുമോ? ആദ്യം മുതൽ തന്നെ ഇത് സാമ്പത്തികമായിട്ട് വീഴ്ചകൾ ഒരുപാടുണ്ടായ ഒരു സംഭവമാണ് ഈ പാലത്തിൻ്റേത്. ഗോപാലകൃഷ്ണ പണിക്കർ പറയുകയാണ്, പരാതി വന്നപ്പോൾ തന്നെ നിർമ്മാണം നിർത്തിവെച്ച് അന്വേഷണം നടത്തേണ്ടതായിരുന്നു. പോയ ബുദ്ധി പിടിച്ചാൽ കിട്ടുമോ ചേട്ടാ? അതാ നാളെ അവധിയുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് പറയുമോ തൃശ്ശൂർ അവധിയിലേക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാളെ അവധിയുണ്ടോ എന്ന് സച്ചു കിച്ചു ചോദിക്കുന്നുണ്ട്. കോഴിക്കോട് ലീവ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും വലിയ മഴ പെയ്യുമ്പോഴും അലർട്ടുകൾ പ്രഖ്യാപിക്കുമ്പോഴും നാളെ ഏതെങ്കിലും ജില്ലയ്ക്ക് ഇതുവരെ അവധി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അവധി പ്രഖ്യാപിച്ചാൽ അപ്പോൾ തന്നെ അത് പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും.